മളികളോടെ വെച്ചത് കെട്ടലെടുത്ത് പോന്നേ. മോളെ സുവേദ, നീ ഇടിയാളെ കെട്ടലെടുത്തിട്ട് പോന്നേ. ഒക്കെ തന്നെ ഉണ്ട്. എവിടെയൊക്കെ പോകും നിന്റെ മുഖം കാണായിരിക്കും. നാളൊരു ഫാമിലി ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. മൂന്നാറിലേക്കാ. 2 ദിവസത്തെ ട്രിപ്പാ. അതിന് പോകുന്ന വലിയ ബസ്സിലാ പോന്നെ. ഈ ചാവി ഇങ്ങോട്ടാട് വെക്കണേ. ചാവി ഇതാ. എന്നാ ഇഞ്ഞു പോയിട്ട് അടിച്ചെല്ലാം പൊളിച്ചിട്ട് വാ. ഫോട്ടോയില് ഇണ്ണ ഏലത്തെ ഗ്രൂപ്പില്. ആഹാ, നീയാള് കൊള്ളാലോ. രാവിലെ തന്നെ നേരത്തെ വന്നിട്ട് സൈഡ് സീറ്റെല്ലാം പിടിച്ചു വെച്ചിക്കല്ലോ. കാരണം എനിക്ക് സൈഡ് സീറ്റ് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ എനിക്ക് ഛർദിക്കും. നമ്മളെ ട്രിപ്പ് ഫുള്ള് കൊളാവും. അല്ല നമ്മളെ എത്തിക്കും. ഓക്ക് മേക്കപ്പ് ഇടണ്ടേ? തീരുവൊന്നുമില്ലല്ലോ. അങ്ങോട്ട് നീങ്ങ, ഞാനും ഇരിക്കട്ടെ. മോനെ, ഇതെന്തൊരു വലിയ ബസ്സ. എന്തായാലും സ്നാപ്പ് ഇട്ടേക്കാം. ഞാൻ എത്തി. ഇതെന്താ അറിയാ, ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നെ? എന്ത് പറ്റാനി? എനക്ക് ആദ്യം അറിയാന്. വൈകി വന്ന അമ്മായി സൈഡ് സീറ്റിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ലൈറ്റ് മേക്കപ്പ് ഇട്ട് ഓടി ഇങ്ങ് പോന്നതാ. ബാക്കി ബസ്സൊന്നല്ല ഇടാൻ. അത് ആദ്യം വന്നാ പിന്നെ നമ്മളെ 3 ഒരിക്കലും ഒപ്പം ഇരുത്തിക്കലുണ്ടാവൂല. പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല. അത് അമ്മായി വരുന്നുണ്ട്. ഓഹോ, വലിയ ബസ്സാന്ന് തോന്നുന്നല്ലേ. ഹോട്ടൽ എടുക്കട്ടെ. കുട്ടികളെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ആ ബസ്. ഇനിയിപ്പോ സൈഡ് സീറ്റ് ഒന്നും കിട്ടൂല. ഒന്ന് സീറ്റിൽ ഇരിക്കണ്ടേ വരും. പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി നിക്കി. മക്കളെല്ലാം നേരത്തെ തന്നെ എത്തിക്കല്ലോ. ഞങ്ങൾ അങ്ങോട്ട് മാറിയട്ടെ. അമ്മയ്ക്ക് സൈഡ് സീറ്റ് ഇല്ലാണ്ട് പറ്റൂല. എനിക്ക് ഛർദിക്ക്. നിങ്ങളെ ട്രിപ്പ് മൊത്തം കൊള്ളാവും. നടക്കൂല അമ്മായി. ഇത് ഞങ്ങൾക്ക് ആദ്യം അറിയാം നിങ്ങൾ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ എപ്പോഴും ഛർദിക്കുന്നുണ്ട്. ഒരിക്കലും ഛർദിക്കയില്ല. ഇവിടെ കയറി ഇരിക്കുകയും ചെയ്യും. ഇന്ന് ഞാള് 3 തരുവേ ഇല്ല. നിങ്ങൾ അങ്ങാറ്റും പോയിരുന്നു. ഫോട്ടോ ഒക്കെ നോക്കൊന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു പള്ളിക്കുത്തരം കൊണ്ട് ടൂറിനാ പോകുന്നതെന്നുള്ള വല്ല ബോധമുള്ള അമ്മായിയെല്ലാം ഉള്ളതാ. ദയവ് ചെയ്ത് എന്നെ നാറ്റിക്കരുത്. ഒരു സ്റ്റാൻഡേർഡിലെല്ലാം നിക്കണം. എടുക്കാം. അത് ചാടിക്കാണത്. ഇന്റെ ഒരു ടൂറ്, എന്റെ കുടുംബക്കാരോട് ഞാൻ ടൂറിന് വരുന്നില്ല ആദ്യം പറഞ്ഞല്ല. അപ്പൊ ഇത്ര ഡീസന്റ് എല്ലാം പ്രതീക്ഷിച്ചാണ്. നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്തോ. ബസ്സിൽ കയറിയിട്ട് ആ കുട്ടികൾ ഇറങ്ങാനൊക്കെ നിൽക്കരുത്. പാട്ട് വെക്കരുത്, അത് വെക്കരുത്, ചാരി കിടക്കണം എന്ന് പറഞ്ഞാൽ ആടെ നടക്കൂല കേട്ടാ. അല്ല ഇനിയാ പറയുന്നത്. നിങ്ങൾ ഓരോന്ന് എല്ലാരും എത്തിയില്ല. ഇനി ആരും വരായില്ലല്ലോ. ആ ഡ്രൈവർ വണ്ടി എടുത്തോ. വണ്ടി എടുക്കാൻ അയക്കില്ല. ഇവിടെ എന്റെ ഉമ്മ എത്തിക്കില്ല. ഉമ്മാമ വരുന്നുണ്ട്. നമുക്ക് വരാനാവുക. കുട്ടികള് പറഞ്ഞാലും കാര്യമല്ലേ. ഇനിയിപ്പോ ഉമ്മ അതോ തിരിച്ചു പോകണം. ഉമ്മ ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് ടൂറൊന്നും കൊളാക്കിക്കില്ല. ആരാ ഇവിടുത്തെ ടൂറെല്ലാം കൊളാക്കുന്നത് എല്ലാവർക്കും അറിയാം ഇവിടെ. ഒന്ന് നിർത്ത. 2 ഉമ്മ അതെത്തി. മക്കളെ, ഉമ്മ മത്തി. വണ്ടി വിട്. പാട്ടെല്ലാം വെച്ചോളി. പാട്ടോഫ് നോക്കിയാട്ടോ. എന്തൊരു സൗണ്ടാ. സൗണ്ട് കുറച്ചാട്ടോ. ഇവിടെ തലവേദന ഉണ്ട്. അമ്മായി ഒറ്റക്ക് തിന്നാൻ നോക്കണ്ട. തന്നോ. എന്നാ ഇതെല്ലാരും കൂടെ പീസാക്കിട്ട് തിന്ന. ചെറിയ പീസാ. കുറച്ചും കൂടി പിശുക്കൊന്നും വേണ്ട. തീർന്നൊന്നും പോവില്ല. ട്രിപ്പിങ് തുടങ്ങിക്കല്ലോ. ഇനിയിപ്പോ എത്ര പോവാനുണ്ട്? നമുക്ക് അന്നേരം തിന്നാ ബാക്കി. അപ്പൊ എല്ലാരോടും ഇപ്പം ബസ് ഇവിടെ നിർത്തും. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ വാഷ്റൂമിലെല്ലാം പോകേണ്ടവർക്ക് പോവാ. ഇനി നിർത്തുവൊന്നുമില്ല. ലാസ്റ്റ് നിർത്തല ഇനി മൂന്നാറിലേക്കാട്ടാ. അപ്പൊ എല്ലാരും പോയിട്ട് കാര. കാടല്ലേ ഇത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാ? അല്ലെ പാപ്പാത്തെ, നീ ഇങ്ങോട്ട് വന്നാട്ടെ. അമ്മ അതിന്റെ ഒരു ഫോട്ടോ ഇങ്ങ് എടുത്താ. എല്ലാ ഭാഗത്തിങ്ങോ എന്റെ ഫോട്ടോ ഇങ്ങ് എടുത്താട്ടെ. കുടുംബശ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ടൊന്ന് ഓവർ ആക്കാനുള്ളതാ. മതി. എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്തോ. കഴിക്കോ. ഒരു കാര്യം മിണ്ടാണ്ടിക്ക വെച്ച. ഗായ്സ്, നമ്മള് മൂന്നാറെത്താനാ. ഇനി അടിച്ചു പൊളിക്കണം. വണ്ടി എടുത്ത് വിടോ. അല്ലോ, ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കണ്ടെന്ന്. എന്റെ വീട് ഇപ്പം കത്തി പോന്നിക്കണ. എന്റെ ഇപ്പൊ ഇവിടെ ഇറക്കണം. അല്ല എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി. നിങ്ങളാരും പാർപ്പിക്കൊന്നില്ലല്ലോ നിങ്ങളെ വീട്ടില്. എന്റെ ഉമ്മാനെ ചില ആളെല്ലാം കുറ്റം പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആരാ ടൂർ കൊളാക്കിയെന്ന് എല്ലാരും കണ്ടല്ലോ. ആയിക്ക് കിട്ടിയൊരു ട്രിപ്പ് അതും കൊള്ളാം. നമുക്ക് ഊന്നാക്കൊന്ന് പോയാൽ മതിയേനു. ഷവാസിന്റെ ഐഡിയ. ഫുൾ ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവസാനം എന്തായി? അങ്ങേക്ക് തന്നെ പോകേണ്ട വന്ന്. അങ്ങനെ പോയാ മതിയേനു. ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ടാ. വണ്ടി പൈസ വെറുതെ പോയി. ആ ഡ്രൈവറെ വണ്ടി ഇരിച്ചോ.